ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസ്സർ, അതായത് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇൻട്രൊഡക്ഷനെ കുറിച്ച് പഠിക്കും. കുറച്ച് ഇൻട്രൊഡക്ഷൻ, മൈക്രോ പ്രോസസ്സറിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൈക്രോ പ്രോസസ്സർ എന്ന്? മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യുന്ന ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ സാധാരണ ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ്, ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ്റെ അകത്ത് മൈക്രോ പ്രോസസ്സർ ഉണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് മൈക്രോ പ്രോസസ്സർ ഉണ്ട്, ട്രാഫിക് സിഗ്നൽസിൽ മൈക്രോ പ്രോസസ്സർ ഉണ്ട്, സ്മാർട്ട് ഫോണിൽ മൈക്രോ പ്രോസസ്സർ ഉണ്ട്, റിമോട്ട് കൺട്രോൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ഇൻസ്ട്രുമെന്റ്സിൻ്റെയും പ്രധാനപ്പെട്ട വർക്കിംഗ് പാർട്ട് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ മൈക്രോ പ്രോസസ്സർ ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് എന്ത് ഫങ്ഷനാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ മൈക്രോ പ്രോസസ്സർ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളതാണ് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാവോ, 2 തരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോസസ്സിംഗ് ഓഫ് നമ്പേഴ്സ്, അതായത് ഡിസ്ക്രീറ്റ് നമ്പേഴ്സിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മെന്റ് ഫോർ പ്രോസസ്സിംഗ് ഓഫ് സിഗ്നൽസ്. കണ്ടിന്യൂസ് സിഗ്നൽസിനെ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് സയന്റിഫിക് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതലും സാധാരണ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ? ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നമുക്കൊക്കെ അറിയാം. നമുക്ക് ജസ്റ്റ് എന്നാലും ഒന്ന് നോക്കാം. പാർട്സ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലേ? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ CPU. പിന്നെ അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, പിന്നെ മെമ്മറി ഡിവൈസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇതിൻ്റെ അകത്ത് എന്താണ് CPU? CPU എന്ന് പറയുന്നത് ഇറ്റ് എക്സിക്യൂട്ട്സ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് CPU-ലാണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലേ? ബ്രെയിൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നതാണ് CPU. പിന്നെ നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഫീഡ് പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ. നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് കീബോർഡ് യൂസ് ചെയ്യാറുണ്ട്, മൗസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസ്. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്? നമുക്ക് റിസൾട്ട് തരുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ തരുന്നത്. ഉദാഹരണത്തിന് പ്രിന്റർ, മോണിറ്റർ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് മെമ്മറി ഡിവൈസ്. മെമ്മറി ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡാറ്റ അത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവെന്ന് പറയുന്നത്, അല്ലേ? കമ്പ്യൂട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാനും നമുക്ക് ആവശ്യം വരുമ്പോൾ ആ ഇൻഫർമേഷൻസിനെ തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി ഡിവൈസ് എന്ന് പറയുന്നതും കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ അകത്ത് എന്താണ് മൈക്രോ പ്രോസസ്സറിൻ്റെ ഇമ്പോർട്ടൻസ്, അതാണ് പഠിക്കാൻ പോകുന്നത്. ഇനി മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എപ്പോഴാണ് ഒരു മൈക്രോ കമ്പ്യൂട്ടർ ആകുന്നത്? അതായത് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ CPU നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ. അതായത് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മുടെ സാധാരണ പാർട്സിൻ്റെ കൂടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഓർ മെമ്മറി ഡിവൈസിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന CPU മൈക്രോ പ്രോസസ്സർ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ യൂസസ് മൈക്രോ പ്രോസസ്സർ ആസ് ഇറ്റ്സ് CPU. ഇനി നമ്മൾ ഈ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ മൈക്രോ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? ഒരു മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അത് പെർഫോം ചെയ്യുന്നത് അതിൻ്റെ ഫങ്ഷൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് പ്രധാനമായിട്ടും, അല്ലേ? അപ്പോൾ നമുക്കറിയാം ബൈനറി നമ്പേഴ്സ്
0 and 1 ഇതാണ് രണ്ട് ബൈനറി നമ്പേഴ്സ്. അപ്പോൾ ഈ ബൈനറി നമ്പേഴ്സിന്റെ ബേസിലാണ് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ എത്ര ബൈനറി നമ്പേഴ്സ് ചേരുമ്പോഴാണ് നമുക്ക് ഓരോ സമയത്തും എത്ര ബൈനറി നമ്പേഴ്സിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറിന് കഴിവുണ്ട്. അതിന്റെ കഴിവ് വെച്ചിട്ടാണ് നമ്മളൊരു ഈ കമ്പ്യൂട്ടറിന്റെ മൈക്രോ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ n ബിറ്റ് ആണ് ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ വേർഡ് ലെങ്ത്. n എന്ന് പറയുന്നത് 8 ആവാം, 16 ആവാം, 32 ആവാം, 64 ആവാം, എത്രയാവാം. അപ്പൊ ഈ n എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ എത്ര ബിറ്റിനെ അറ്റ് എ ടൈം, അറ്റ് എ പർട്ടിക്കുലർ ടൈം എത്ര ബിറ്റിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഈ കമ്പ്യൂട്ടറിന് കഴിവുണ്ട്. ഇപ്പോൾ ഒരു 8 ബിറ്റ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ അല്ലെങ്കിൽ 8 ബിറ്റ് മൈക്രോ കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന് അറ്റ് എ ടൈം 8 ബിറ്റിനെ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ പറ്റും. അതുപോലെ 16 ബിറ്റ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ 16 ബിറ്റിനെ ഒരു സമയം കൈകാര്യം ചെയ്യാം. 32 ബിറ്റ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ 32 ബിറ്റിനെ കൈകാര്യം ചെയ്യാം. അതേപോലെ 64 മൈക്രോ പ്രോസസർ ആണെങ്കിൽ 64 ബിറ്റ് മൈക്രോ പ്രോസസർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ പ്രോസസ് 64 ബിറ്റ് അറ്റ് എ ടൈം അല്ലെ. അപ്പോൾ ഒരു സമയത്ത് എത്ര ബിറ്റിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ബേസിലാണ് ഒരു മൈക്രോ കമ്പ്യൂട്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരേ സമയം കൂടുതൽ ബിറ്റ്സിനെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിനാണ് സ്പീഡ് കൂടുതൽ. സോ processor of longer word length is more powerful and can process data at faster speed as compared to a processor of shorter word length. അപ്പോൾ കൂടിയ വേർഡ് ലെങ്ത് ഇവിടുത്തെ കേസിൽ ഇപ്പോൾ 64 ബിറ്റ് മൈക്രോ പ്രോസസർ ആണ് 8 ബിറ്റ് മൈക്രോ പ്രോസസറിനേക്കാളും 16നേക്കാളും 32നേക്കാളും സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ മൈക്രോ പ്രോസസർ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ CPU എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ പ്രോസസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയാം എന്ന് പറഞ്ഞു. മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ ഡെയിലി ലൈഫിൽ മൈക്രോ പ്രോസസർ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒത്തിരി ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഒരു മൈക്രോ പ്രോസസർ? ബൈ ഡെഫിനിഷൻ മൈക്രോ പ്രോസസർ ഈസ് എ മൾട്ടി പർപ്പസ് പ്രോഗ്രാമബിൾ clock driven register based electronic device. Okay, then it can read binary instructions from a storage device. ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഇത് ബൈനറി ഇൻസ്ട്രക്ഷൻസിനെ റീഡ് ചെയ്യുന്നു. ദെൻ അക്സെപ്റ്റ് ബൈനറി ഡാറ്റ ഫ്രം ഇൻപുട്ട്. ഇൻപുട്ടിൽ നിന്ന് ബൈനറി ഡാറ്റയെ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോസസ് ഡാറ്റ അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ ഇൻപുട്ടിൽ നിന്ന് സ്വീകരിച്ച ആ ഡാറ്റയെ പ്രോസസ് ചെയ്യുന്നു ആൻഡ് പ്രൊവൈഡ് ദ റിസൾട്ട്. ഇതാണ് ഒരു മൈക്രോ പ്രോസസർ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന വർക്ക്. അതായത് ഇറ്റ് റീഡ് ബൈനറി ഇൻസ്ട്രക്ഷൻസ് ഫ്രം എ സ്റ്റോറേജ് ഡിവൈസ്. ഇപ്പോൾ ഒരു സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് നമ്മൾ മൈക്രോ പ്രോസസറിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആഡ് 2 നമ്പേഴ്സ്. അതാണ് മൈക്രോ പ്രോസസറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക. അത് സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യും, ആഡ് 2 നമ്പേഴ്സ്. ദെൻ ആ 2 നമ്പേഴ്സ് വേണം. അത് എവിടെ നിന്ന് കിട്ടും? ഇൻപുട്ട് ഡിവൈസിൽ നിന്ന്. ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ 2 നമ്പേഴ്സിനെ അതിന് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ 2, 3 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് കൊടുത്താൽ ആ 2ഉം 3ഉം ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റിസീവ് ചെയ്തു. ആഡ് ചെയ്യുക എന്നുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഇറ്റ് പ്രോസസ് ഡാറ്റ അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യും. അതായത് 2നെയും 3നെയും കൂടെ ആഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 5. അങ്ങനെ ഒരു റിസൾട്ട് കിട്ടി. ഈ കിട്ടിയ റിസൾട്ടിനെ നമ്മൾക്ക് ഔട്ട്പുട്ട് തരും. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു മൈക്രോ പ്രോസസർ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോസസറിന്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ്. വാട്ട് ഡു യു മീൻ ബൈ മൾട്ടി പർപ്പസ്? Multi-purpose means that it can be designed to operate several functions. മൈക്രോ പ്രോസസറിന് ഒത്തിരി ഫങ്ഷൻസ് നിർവഹിക്കാൻ പറ്റും. ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ലോജിക്കൽ ഫങ്ഷൻ ഓപ്പറേഷൻസ് നടത്താം. അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് മൈക്രോ പ്രോസസറിന് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി പർപ്പസ് ഡിവൈസ്. Again, it is programmable device. That is, it can perform different set of operations on data depending on instructions. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് എന്തും ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, എന്ത് ഡാറ്റ നമ്മൾ കൊടുത്താലും ആ കൊടുക്കുന്ന ഡാറ്റയെ വെച്ചിട്ട് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻസ് ആണോ കൊടുക്കുന്നത് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഈ ഡാറ്റയെ പ്രോസസ് ചെയ്യാൻ എന്തിനു കഴിവുണ്ട്? മൈക്രോ പ്രോസസറിന് കഴിവുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യും.
ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ട്രാഫിക് സിഗ്നൽ കാണുന്നു. ഈ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുമ്പോൾ ട്രാഫിക് സിഗ്നൽ ശരിക്ക് അവിടെ എവിടെയാണ് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്നത്? ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമബിൾ ഡിവൈസ് ആണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് അതിന് കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് കുറച്ചു നേരം ഗ്രീൻ ലൈറ്റ് ഓൺ ആകുക, അത് കുറച്ചു നേരം അങ്ങനെ നിൽക്കുക, കുറച്ച് കഴിയുമ്പം യെല്ലോ ഓൺ ആകുക, കുറച്ചു നേരം അങ്ങനെ നിൽക്കുക, അത് കഴിഞ്ഞിട്ട് അത് ഓഫ് ആകുക, റെഡ് ഓൺ ആകുക, അങ്ങനെ ഓരോ സിഗ്നൽസ് മാറി മാറി കൊടുക്കുക എന്നുള്ള ഫങ്ഷൻസ് ആണ് ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യും? ഫങ്ഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് എ പ്രോഗ്രാമബിൾ ഡിവൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ക്ലോക്ക് ഡ്രിവൺ. വാട്ട് ഈസ് ക്ലോക്ക് ഡ്രിവൺ? നമ്മൾ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ ഇറ്റ് ഓപ്പറേറ്റ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ഇതൊരു പർട്ടിക്കുലർ ഓർഡർ ഫോളോ ചെയ്തിട്ടാണ് ഈ ഓപ്പറേഷൻസ് നടക്കുന്നത്. എന്താണ് അതിൻ്റെ ഓർഡർ? ഇറ്റ് ഫെച്ച് ഇൻസ്ട്രക്ഷൻസ്. ഇത് ആദ്യം കുറെ ഇൻസ്ട്രക്ഷൻസ് അതിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കും, ദെൻ ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്, എന്നിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോക്ക് ഡ്രിവൺ എന്ന് പറയുന്നത് ഇറ്റ് ഫോളോസ് സർട്ടൻ സ്റ്റെപ്പ് ആൻഡ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. സോ ഇറ്റ് ഈസ് കോൾഡ് ക്ലോക്ക് ഡ്രിവൺ. ഓക്കെ, അപ്പോൾ ഒരു മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മൾട്ടി പർപ്പസ്, പ്രോഗ്രാമബിൾ, ക്ലോക്ക് ഡ്രിവൺ ആൻഡ് രജിസ്റ്റർ ബേസ്ഡ്. രജിസ്റ്റർ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസിന്റെ യൂസേജ് ഉണ്ടാകും. ദെൻ ഇത്രയും ഫങ്ഷൻസ് ആണ് ഒരു മൈക്രോ പ്രോസസർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ പാർട്സ് ഓഫ് എ മൈക്രോ പ്രോസസർ? മൈക്രോ പ്രോസസറിന്റെ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് ഇത് നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പാർട്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് കാണിച്ചിട്ടുണ്ട്, മെമ്മറി ഡിവൈസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അകത്ത് മൈക്രോ പ്രോസസർ, അതായത് CPU. ഇപ്പോൾ CPU എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് മൈക്രോ പ്രോസസർ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ കമ്പ്യൂട്ടറിന്റെ പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോസസറിൽ ഉള്ള പാർട്ട് ഏതൊക്കെയാണ്? ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റേഴ്സ് രണ്ടാമത്തത്, മൂന്നാമത്തത് കൺട്രോൾ യൂണിറ്റ്. അങ്ങനെ മൂന്ന് പാർട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ALU, 2 രജിസ്റ്റേഴ്സ്, 3 കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ALU എന്താണ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വാട്ട് ഈസ് ALU? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ മീൻസ് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതേപോലെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഈ ALUവിൻ്റെ അകത്ത് നടത്താൻ പറ്റും. പിന്നെ അതുപോലെ ഇറ്റ് ക്യാൻ പെർഫോം ഓൾസോ ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് ഓർ സോർ, ഇങ്ങനെയൊക്കെയുള്ള ലോജിക് ഓപ്പറേഷൻസും എന്തിൻ്റെ അകത്ത് പെർഫോം ചെയ്യാം? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ പെർഫോം ചെയ്യാം. പിന്നെ റിസൾട്ട്സ് ആർ സ്റ്റോർഡ് ഐദർ ഇൻ രജിസ്റ്റേഴ്സ് ഓർ ഇൻ മെമ്മറി. ഇങ്ങനെ കിട്ടുന്ന ഓപ്പറേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ മെമ്മറി ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ഇമ്പോർട്ടൻസ് ഓഫ് രജിസ്റ്റർ അറേ. എന്താണ് രജിസ്റ്റർ അറേ? ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പം ഓരോ റിസൾട്ടിലും കിട്ടുന്ന, ഓരോ ഓപ്പറേഷൻസിലും കിട്ടുന്ന റിസൾട്ടിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് രജിസ്റ്റർ അറേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റെപ്പിലെയും ഇൻഫർമേഷൻസ് ഓർ റിസൾട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള റിസൾട്ടിനെ എന്ത് ചെയ്ത് വെക്കും? സ്റ്റോർ ചെയ്ത് വെക്കും ഇൻ രജിസ്റ്റർ അറേ. BCDEHL ഇതൊക്കെ ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ആണ് ഒരു മൈക്രോ പ്രോസസറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ രജിസ്റ്റേഴ്സിനെ കുറിച്ചും അതിൻ്റെ അകത്തെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്താണ് മൈക്രോ പ്രോസസർ, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് പരിചയപ്പെടാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ക്ലാസ്സിൽ ചെയ്യാം. ഇതിൻ്റെ പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് കൺട്രോൾ യൂണിറ്റ്സ്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൽ ചെയ്യുന്ന എന്താണ്? ഇറ്റ് പ്രൊവൈഡ് നെസസറി ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ ആൻഡ് ദ കൺട്രോൾ ഫ്ലോ ഓഫ് ഡാറ്റ ഫ്രം മൈക്രോ പ്രോസസർ, മെമ്മറി ആൻഡ് പെരിഫറൽസ്. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ മൈക്രോ പ്രോസസറിൽ നിന്ന് മെമ്മറിയിലേക്കും പെരിഫറൽസിലേക്കും ഒക്കെയുള്ള ഡാറ്റ ഫ്ലോയെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഫങ്ഷൻസ് ആണ് കൺട്രോൾ യൂണിറ്റ്സിനുള്ളത്. അപ്പോൾ ഒരു മൈക്രോ പ്രോസസറിന്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രജിസ്റ്റർ അറേ ആൻഡ് കൺട്രോൾ യൂണിറ്റ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സിസ്റ്റം ബസ്സസ്. ഇനി ഈ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലൊക്കെ നമുക്ക് ഇതിന് ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഫങ്ഷൻസ് നമ്മൾ കൊടുക്കുന്ന കമാൻഡിനനുസരിച്ച് ഇതൊക്കെ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു.
ഇനി എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള റിസൾട്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത്, മൈക്രോ പ്രോസസ്സറും പെരിഫറൽ ഡിവൈസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ് ശരിക്കും സിസ്റ്റം ബസ്സസ്. ഈ സി പി യുവിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഈ മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ് സിസ്റ്റം ബസ്സസ്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ബസ്സസ് ആണുള്ളത്. ഒന്ന് അഡ്രസ് ബസ്, 2 ഡാറ്റ ബസ്, മൂന്നാമത്തത് കൺട്രോൾ ബസ്. അപ്പോൾ എന്താണ് അഡ്രസ് ബസ്, എന്താണ് ഡാറ്റ ബസ്, എന്താണ് കൺട്രോൾ ബസ്? അപ്പോൾ ഈ 3 കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ അഡ്രസ് ബസ്സിനെ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ അഡ്രസ് ബസ് നോക്കിയേ, ഈ സി പി യുവിൽ നിന്ന് യൂണി ഡയറക്ഷനിലായിട്ടാണ് ഈ അഡ്രസ് ബസ്. കണ്ടോ, യൂണി ഡയറക്ഷനാണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ അതിനെന്തുള്ളൂ, കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അഡ്രസ് ബസ് ഈസ് യൂണി ഡയറക്ഷണൽ. അതാണ് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് അഡ്രസ് ബസ്സിനെ കുറിച്ച് നോക്കാം. അഡ്രസ് ബസ് ക്യാരി അഡ്രസ്. ഈ അഡ്രസ് ബസ്സിൻ്റെ അകത്തുള്ളത് ഓരോ മെമ്മറി ലൊക്കേഷൻസിൻ്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെയും അഡ്രസ് ആണ്. ആൻഡ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ദാറ്റ് സി പി യു വാണ്ട്സ് ടു ആക്സസ്. അതായത് ഒരു സി പി യുവിന് ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷന് ഒരു പർട്ടിക്കുലർ അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഓരോന്നിൻ്റെയും പർട്ടിക്കുലർ അഡ്രസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ അഡ്രസ്സ് എന്ത് ചെയ്യും, ഈ അഡ്രസ്സിനെയാണ് അഡ്രസ് ബസ് ക്യാരി ചെയ്യുന്നത്. ഏത് മെമ്മറി ലൊക്കേഷനെയാണോ മൈക്രോ പ്രോസസർ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ മൈക്രോ പ്രോസസർ ഉദ്ദേശിക്കുന്നത്, ആ ഡിവൈസിന്റെ അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് ഈ അഡ്രസ് ബസ്സിലൂടെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ അഡ്രസ് ബസ്സിലൂടെ ക്യാരി ചെയ്തുകൊണ്ട് വന്ന ഈ അഡ്രസ്സ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മൈക്രോ പ്രോസസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലും ഈ അഡ്രസ്സ് കിട്ടും. പക്ഷേ അതിന് കറക്റ്റ് ഏത് അഡ്രസ് ആണ്, അതിൻ്റെ ആ അഡ്രസ് ഉള്ള ഡിവൈസ് മാത്രമേ ആ കമാൻഡ് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ address of memory location or input output device that CPU wants to access ഈ അഡ്രസ് ബസ്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവും. എന്നിട്ട് അത് പെരിഫറൽ ഡിവൈസ്, ഏത് പെരിഫറൽ ഡിവൈസിന്റെ അല്ലെങ്കിൽ ഏത് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ അഡ്രസ് ആണ്, ആ അഡ്രസ്സിലുള്ള സിസ്റ്റം ആയിരിക്കും ഇതിന് ഈ കമാൻഡിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് യൂണി ഡയറക്ഷണൽ. അതായത് അവിടുന്ന് തിരിച്ച് ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് കിട്ടില്ല. ഈ അഡ്രസ്സിനെ ക്യാരി ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ അഡ്രസ് ബസ്സിനുള്ളൂ. ഓക്കെ, ദെൻ അതിന് മുൻപ് ഈ അഡ്രസ് ബസ് എന്ന് പറയുന്നത്, ഈ അഡ്രസ് ബസ് ഒരു മൈക്രോ പ്രോസസറിന്റെ ടോട്ടൽ മെമ്മറി കപ്പാസിറ്റി, അതായത് ഒരു മൈക്രോ പ്രോസസറിന് എത്ര മെമ്മറി സ്റ്റോറേജ് ഉണ്ട് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ലൈൻസ് ഇൻ അഡ്രസ് ബസ് വെച്ചിട്ടാണ്. എത്ര ലൈൻസ് ഉണ്ട്, ഒരു അഡ്രസ് ബസ്സിൽ എത്ര ലൈൻസ് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിലാണ് ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് n നമ്പർ ഓഫ് ലൈൻസ് ഉണ്ട് എന്ന് കരുതുക. n നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടെങ്കിൽ 2n മെമ്മറി വേർഡ്സ് വരെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, മെമ്മറി സ്റ്റോർ ചെയ്യാം. അപ്പോൾ അഡ്രസ് ബസ് ക്യാൻ അഡ്രസ് അപ് ടു 2n വേർഡ്സ് ഓഫ് മെമ്മറി. ആ മെമ്മറിയിലെ 2n വേർഡ്സിനെ വരെ അഡ്രസ് ചെയ്യാൻ എന്തിന് കഴിവുണ്ട്, അഡ്രസ് ബസ്സിന് കഴിവുണ്ട്. അപ്പോൾ ഈ ദ വിഡ്ത്ത് ഓഫ് ദി അഡ്രസ് ബസ് ഈസ് 16, അതായത് n = 16 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ദ മാക്സിമം കപ്പാസിറ്റി 216 എന്ന് പറയുമ്പോൾ 65,536. ഇത്രയും വേർഡ്സിനെ വരെ ക്യാരി ചെയ്യാൻ ആ അഡ്രസ് ബസ്സിന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അഡ്രസ് ബസ് എന്ന് പറയുന്നത് the number of lines available in the address bus determines the maximum memory that can be accommodated in the system. For n lines ഉണ്ടെങ്കിൽ the address bus address up to 2n words. Okay, clear? Then next,
ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് ഇറ്റ് ജസ്റ്റ് ക്യാരി ഡാറ്റ. ഇപ്പോൾ ഡാറ്റയെ ക്യാരി ചെയ്യുന്നതാണ് ഡാറ്റാ ബസ്. അപ്പോൾ മൈക്രോ പ്രോസറിൽ നിന്ന് മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും 2-way ട്രാൻസ്മിഷനാണ് ഡാറ്റാ ബസ്സിലുള്ളത്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ബൈ ഡയറക്ഷണൽ. ഇറ്റ് ക്യാൻ റീഡ് ഡാറ്റ ഫ്രം മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട്. മെമ്മറിയിൽ നിന്നോ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നോ ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ സെൻഡ് ഡാറ്റ ടു മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇപ്പോൾ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ഒരു ബൈ ഡയറക്ഷണലാണ്. അത് ഒരു മെമ്മറി ഓർ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് റീഡ് ചെയ്യാനും പറ്റും, തിരിച്ച് അങ്ങോട്ടേക്ക് ഡാറ്റയെ സെൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഡാറ്റാ ബസ്. ഇനി അടുത്തത് കൺട്രോൾ ബസ്. കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് കൺട്രോൾ സിഗ്നൽസ് ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് വേരിയസ് ഡിവൈസസ്. അതായത് after an output device has finished performing an output operation. ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഒരു ഔട്ട്പുട്ട് ഇപ്പം 2ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് 5 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഈ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതാണ് കൺട്രോൾ ബസിന്റെ ഡ്യൂട്ടി. അതായത് ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ an output device has finished performing an output operation, it may signal the processor of this fact using control bus. ഇപ്പോൾ വർക്ക് കഴിഞ്ഞു എന്നുള്ളത് അറിയിക്കുന്നത് അതുപോലെയുള്ള ഫങ്ഷൻസ് ആണ് കൺട്രോൾ ബസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ആ ഫിഗറിനകത്ത് നമ്മൾ ഒന്നും കൂടെ നോക്കി അറിയാം. കൺട്രോൾ ബസ് നോക്കി. കൺട്രോൾ ബസ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെയാണ് സിസ്റ്റം ബസ്സിൽ ഇത് കൺട്രോൾ ബസ്. കൺട്രോൾ ബസ്സിലേക്ക് വന്ന് നോക്കിയേ, ബൈ ഡയറക്ഷനിലാണ്. കണ്ടോ, CPU നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ കൺട്രോൾ ബസ്സിലേക്ക് വന്നിരിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ കൺട്രോൾ ബസ് ഈസ് ബൈ ഡയറക്ഷണൽ. പിന്നെ അതേപോലെ തന്നെ ഡാറ്റാ ബസ്. ഡാറ്റാ ബസ്സും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഡാറ്റാ ബസ്സും ബൈ ഡയറക്ഷണലാണ്. അഡ്രസ് ബസ് മാത്രം യൂണി ഡയറക്ഷൻ. ഓക്കെ, അപ്പം ശരിക്കും മൈക്രോ പ്രോസറിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ അകത്ത് മൈക്രോ പ്രോസർ എന്താണ്, മൈക്രോ പ്രോസർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ മൈക്രോ പ്രോസറിന്റെ ഡിഫറെൻറ്റ് പാർട്സ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ഒരു മൈക്രോ പ്രോസറിന്റെ ഇൻസ്ട്രക്ഷൻ, ഒരു 8085 മൈക്രോ പ്രോസറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.